ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന റീസൺ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹബീബിനെ പറ്റിയിട്ട്. സോ ഞാൻ ആ വീഡിയോയിൽ പരാമർശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഹബീബ് കറൻ്റ്ലി അല്ലെങ്കിൽ റിട്ടയർ ചെയ്യാതെ അദ്ദേഹം ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. സോ അതിൻ്റെ പറയാനുള്ള ചില റീസൺസും കൂടിയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ. ഐ റിയലി റെസ്പെക്ട് ഹബീബ് ബിക്കോസ് അദ്ദേഹം ലൈഫിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിസ്സാരമല്ല. ഇത് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ആയിട്ട് അൺഡെഫീറ്റഡ് ആയിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ മാനിക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ പരാമർശിച്ച കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അന്ന് ആ ഒരു പീക്ക് ടൈമിൽ അദ്ദേഹം റിട്ടയർ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം തോൽക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു. കാരണം ഒരിക്കലും UFC പോലൊരു സ്പോർട്ടിൽ ഒന്നും പെർമനൻ്റ് അല്ല. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് പറയാം, അദ്ദേഹം ഒരിക്കലും വിചാരിച്ചു കാണത്തില്ല. പിന്നെ അത് ഓവർ കോൺഫിഡൻസും ഉണ്ടായിരുന്നു ആ ഒരു മാച്ചിൽ. അദ്ദേഹം തോറ്റു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ജോൺ ജോൺസിൻ്റെ കാര്യം പറയാം. അദ്ദേഹം ഏകദേശം 29 മാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ 28 മാച്ചിൽ അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട്. ഒരു മാച്ച് അദ്ദേഹത്തിന് പരാജയം സംഭവിച്ചു. അതൊരു പരാജയമല്ല, അതൊരു ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോയ ഒരു മാച്ച്. സോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കാം. ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫൈഡ് ആവാനുള്ള പ്രധാന റീസൺ ജോൺ ജോൺസിൻ്റെ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു. അന്ന് ആ മൂവ് ഇല്ലീഗലായിരുന്നു, ഇപ്പോൾ അത് ലീഗലാണ്. ഓക്കെ, 12-6 എന്നാണ് ആ മൂവിൻ്റെ പേര്. ഒരു എൽബോയാണ്. സോ അങ്ങനെ ഒരു എൽബോ യൂസ് ചെയ്തത് കാരണം ആ മാച്ച് ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഒപ്പോണൻറ്റ് വിൻ ചെയ്തു. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അതൊരു ലോസാണ്. അതായത് 28-1 എന്ന് കിടക്കും. മനസ്സിലായില്ലേ? ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു റീസൺ മതി ഒരു മാച്ചിൽ നമുക്ക് തോൽവി പറ്റാൻ. ഇതൊരു കാര്യം. അതല്ലാതെ തന്നെ ഇപ്പം ടോം ആസ്ലിൻ, അദ്ദേഹത്തിന് റീസെൻ്റ്ലി ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഇഞ്ചുറി ഗെയിനായിട്ട് തന്നെ ഒരു മാച്ചിൽ അദ്ദേഹം ഫൗളിൻ്റെ ഉസ്താദാണ്. കണ്ണിലൊരു കുത്ത്. ഓക്കെ, അങ്ങനെ ആ മാച്ച് ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോയി. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ മതി ഒരു മാച്ച് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മാച്ചിൽ നമുക്ക് തോൽവി പറ്റാനായിട്ട്. അപ്പം അങ്ങനെയും ഒരു തോൽവി സംഭവിക്കാം. അതല്ലാതെ നമ്മളുടെ ഒരു മില്ലി സെക്കൻഡിൻ്റെ ഒരു മിസ്റ്റേക്ക്, നമ്മുടെ ഒരു ശ്രദ്ധ തെറ്റിയാൽ നമ്മളുടെ ഒപ്പോണൻറ്റ് നമ്മളെ ഈസി ആയിട്ട് നോക്ക് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. എസ്പെഷ്യലി കാലം മാറും തോറും നമ്മുടെ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പം ഹബീബ് അന്ന് റിട്ടയർ ചെയ്യുമ്പോൾ 32 ഇയേഴ്സ് ഓൾഡായിരുന്നു. അദ്ദേഹം ഇന്നാണെന്നുണ്ടെങ്കിൽ ഏകദേശം അദ്ദേഹത്തിന് 36 വയസ്സ് പ്രായം ഉണ്ടാവും, റിട്ടയർ ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ. സോ കാലം കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ ബോഡിക്കും വീക്ക്നെസ് സംഭവിക്കാം. ബിക്കോസ് സ്ഥിരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം നമ്മുടെ ശരീരത്തിൽ ഇഞ്ചുറീസ് ഉണ്ടാവാം, അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവാം. സോ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ബോഡി വീക്കാവും. സോ ഒരു നെക്സ്റ്റ് ജനറേഷനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ അർമാൻ്റെ പേര് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇസ്ലാം തമ്മിലുള്ളൊരു മാച്ച്, അത് വളരെ എന്താ പറയുക, നല്ല ടഫായിട്ടുള്ളൊരു മാച്ചായിരുന്നു. ഇസ്ലാമിനെ ശരിക്കും ഡോമിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ എല്ലാ മൂവ്സിനെയും കൗണ്ടർ ചെയ്യാനായിട്ടും അർമാന് പറ്റിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പേരാണ്, ഞാൻ ആ വീഡിയോയിൽ ഈ ഒരു പേര് വിട്ടുപോയിരുന്നു, അലക്സാണ്ടർ വാൽക്കനോസ്കി. പുള്ളിക്കാരൻ അദ്ദേഹം അടിപൊളി തന്നെയാണ്. ഇസ്ലാമിന് നല്ല രീതിയിൽ കോമ്പറ്റീഷൻ, നല്ല രീതിയിൽ ടഫ്നെസ്, അല്ലെങ്കിൽ എല്ലാ മൂവ്സിനും കൗണ്ടർ ചെയ്യാനായിട്ടുള്ള കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു. ആ ഒരു മാച്ചിൽ അദ്ദേഹത്തിന് കിട്ടിയതൊരു സ്റ്റാൻഡിങ് ഒവേഷനായിരുന്നു ആ ഒരു മാച്ചിന് ശേഷം. സോ ഇങ്ങനത്തെ ഒപ്പോണൻസ് ഉണ്ട്. ചാൾസ് ഒലിവേറയുടെ പേര് പറയാൻ, അദ്ദേഹം നല്ല രീതിയിലൊരു ഗ്രൗണ്ട് മൂവ് ചെയ്യുന്ന ഒരാളാണ്, ഗ്രാപ്ലിംഗ് ചെയ്യുന്ന ഒരാളാണ്. സോ ഇവരെല്ലായിടത്തും ഹബീബിന് നല്ല ടഫ്നെസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് കൊടുക്കാനായിട്ട് പറ്റും. മേ ബി ഹബീബ് തോക്കാം, മേ ബി ജയിക്കാം. പക്ഷേ ആസ് എ ഫാൻ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് അദ്ദേഹം ജയിക്കണമെന്ന് തന്നെയാണ്. ചിലർ വിചാരിക്കും അദ്ദേഹം തോൽക്കണം. ബിക്കോസ് ഈ അൺഡിഫീറ്റഡ് ആണെന്ന് പറഞ്ഞ സാധനം ഒരിക്കലും പെർമനൻ്റ് അല്ല. ഓക്കെ, അത് ഞാൻ വീണ്ടും അത് എടുത്തു പറയുന്നതിൻ്റെ റീസൺ അതാണ്. ബിക്കോസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു തോൽവി സംഭവിക്കാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ചിലപ്പോൾ ആ മാച്ച് ഡിസ്ക്വാളിഫൈഡ് ആയി പോകാം, ചിലപ്പോൾ ആ മാച്ചിൽ എന്താ പറയേണ്ടത്, നമുക്കൊരു ഇഞ്ചറി പറ്റാം. അങ്ങനെ പല കാരണങ്ങളുണ്ടാകും. സോ ഒന്നും പെർമനൻ്റ് അല്ല. ആ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അതിനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കാം. നിങ്ങൾ ഈ വീഡിയോയോടോ അല്ലെങ്കിൽ എൻ്റെ ഈ അഭിപ്രായത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. സോ താങ്ക് യു ഗൈസ്.